Hello guys, welcome to shini'skitchen. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം നമുക്ക് വേണം നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 1 കിലോ ചിക്കനാണ്. അത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത്രയും കൂടെ അരച്ച പേസ്റ്റ് ആണിത്. നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഫുൾ കുഞ്ഞായിട്ടരിഞ്ഞ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞ 2 സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് 2 സവാള ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പിലാണ്. ഇപ്പോൾ ഒരു കതിർപ്പ് ഫുൾ കറിവേപ്പില ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ചിക്കൻ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. തൈര് ഇത് ചിക്കന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഗരം മസാല. ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലായിടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് കിട്ടണം. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിക്കൊടുക്കാം. ഓക്കെ, നമുക്ക് വെളിച്ചെണ്ണ ഊറ്റിക്കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മുന്തിരി പിന്നെ കാഷ്നട്ട് പിന്നെ വേണ്ടത് സവാള ഇത്രയും ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ആവശ്യത്തിന് ഊറ്റുക. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. കാഷ്നട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കിസ്മിസ് ഇടാൻ പാടില്ല കേട്ടോ. അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ കിസ്മിസ്. അവിടെ നമ്മൾ അതിൻ്റെ കൂടെ ഇടാൻ പാടില്ല. നമുക്ക് കാഷ്നട്ട് ഇട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്, അധികം കരിഞ്ഞു പോകാൻ പാടില്ല. ലൈറ്റ് ബ്രൗൺ കളറാക്കി നമുക്കൊന്ന് എടുക്കണം. നമ്മൾ കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ കാഷ്നട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരണം. നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കോരാനായിട്ടുള്ള ഒരു സമയമായി. ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കിസ്മിസ് ഇടാം. കിസ്മിസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കിസ്മിസും കാഷ്നട്ടും ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റോർ സെറ്റ് ചെയ്യാൻ നേരം ലെവൽ ചെയ്യുമ്പോൾ അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് നമ്മളിത്. മുന്തിരി നമ്മൾ പെട്ടെന്നൊന്ന് ആക്കിയെടുക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും മുന്തിരി. അപ്പോൾ കിസ്മിസ് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതും എടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒനിയനാണ്. സവാള നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു സവാള തന്നെ എടുത്തിരിക്കുന്നത്. ആ സവാള ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ സവാള.
കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വേണ്ട കുറച്ചും കൂടെ ഒരു നേരം കഴിയുമ്പോൾ ഇത്ര ഉപ്പ് ഒരു 2 പിഞ്ച് 3 പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പം നമ്മൾ സവാള ഏകദേശം ഒന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആയ സവാള നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് രണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ചിക്കനാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ചോറ് നമ്മൾ വേവിച്ചായിരുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ലെവലായിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആ ചോറൊന്ന് ഇട്ട് കൊടുക്കണം ലെവലാക്കി. പിന്നെ നമുക്ക് കുറച്ച് കിസ്മിസ്, സവാള, പിന്നെ മല്ലിയില എല്ലാം ഗാർണിഷ് നമ്മളെടുത്ത് വെച്ച എല്ലാ സാധനം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവൽ ചോറ് ഇടുക. കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച സവാള, കാഷ്നട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കാഷ്നട്ട്, കിസ്മിസും പിന്നെ കുറച്ച് ഡാൽഡ ഊറ്റിയിട്ടുണ്ട് ഞാൻ. അടച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മൾ വെക്കുമ്പം സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ, ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു വിസിലാണ് ഇതിന് സമയം. ഒരു വിസിലായി കഴിയുമ്പോൾ നമ്മുടെ ഇത് റെഡിയായിട്ട് വരും. ഓക്കെ, അപ്പം ഒരു സിമ്മിലിട്ടിട്ടൊരു വിസിൽ. അപ്പം നമുക്ക് അതുവരെ കാത്തിരിക്കണം. അപ്പം വിസിൽ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഒരു വിസില് വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിനിയിപ്പോൾ എല്ലാം റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ള പ്രഷർ. നമുക്കിനിയിപ്പോൾ കുക്കറൊന്ന് തുറന്നു കൊടുക്കണം. അപ്പം അതിനകത്തൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ, സൂക്ഷിക്കണം തുറക്കാൻ. നമ്മുടെ ബിരിയാണിയിലായി നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. നല്ലൊരു മണം വരുന്നുണ്ട് ബിരിയാണി ആയതിൻ്റെ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. വളരെ നിങ്ങൾക്ക് അധികം കഷ്ടപ്പാടൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ബിരിയാണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് വളരെ കുറച്ച് സാധനം മതി. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.